ഭീകരവാദികളെ ഇതുവരെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാന് അതേ ഭീകരവാദികളെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ഇന്ത്യയുടെ അത്രയും ശക്തമായ ആക്രമണമാണ്, സർജിക്കൽ സ്ട്രൈക്കാണ്. അത് ഒരിടത്തല്ല 9 നടന്നത്. കേവലം 25 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ഈ സർജിക്കൽ സ്ട്രൈക്കിലാണ് ഏതാണ്ട് 70-നും 80-നും ഇടയ്ക്ക് ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം. കൃത്യമായ കണക്ക് ഇന്ത്യ പുറത്തു വിട്ടിട്ടില്ല. അത് പാകിസ്ഥാൻ തന്നെ പറയട്ടെ എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം. ഈ ഭീകര ക്യാമ്പുകളിലായി 100-ലേറെ പേർ ഉണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. ഇതെല്ലാം ഭീകരർക്ക് വളവും വെള്ളവും നൽകുന്ന ക്യാമ്പുകളായിരുന്നു. ഇവിടെ നിന്നാണ് ഭീകരരെ വാർത്തെടുത്ത് ഇന്ത്യൻ അതിർത്തി കടത്തിവിട്ട് ഇന്ത്യയിൽ ഭീകരാക്രമണം കഴിഞ്ഞ 30 വർഷമായി നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് പഹൽഗാമിന് മാത്രമല്ല ഇന്ത്യ തിരിച്ചടി നൽകിയത്, അതിനു മുൻപ് നടന്ന എല്ലാ ഭീകരാക്രമണങ്ങൾക്കും ചേർന്നുള്ള മറുപടിയാണ് ഇന്ത്യ നൽകിയത്. അപ്പോഴാണ് പാകിസ്ഥാൻ ഇരവാദവുമായി മുന്നോട്ട് വന്നത്. ഇരവാദം ഉന്നയിക്കുന്ന പാകിസ്ഥാൻ ഓർക്കേണ്ട കാര്യം, ഈ ഇരവാദം പലതവണ പാകിസ്ഥാൻ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഭീകരവാദത്തിന് തങ്ങൾ ഇരകളാണ് എന്നുള്ള കാര്യമാണ് പാകിസ്ഥാൻ ഇതിനു മുൻപ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പറയുന്നത് ഇന്ത്യയുടെ ആക്രമണത്തിൽ ഞങ്ങളുടെ സാധാരണക്കാരായ ജനങ്ങളാണ് കൊല്ലപ്പെട്ടത്, സ്ത്രീകളും കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത് എന്ന്. പക്ഷേ മസൂദ് അസർ തന്നെ പറയുകയാണ് എന്റെ കുഞ്ഞുങ്ങളെ ഇന്ത്യ ലക്ഷ്യമിട്ടു, മോദി ലക്ഷ്യമിട്ടു എന്ന്. മസൂദ് അസറിന്റെ ആ വാർത്താക്കുറിപ്പിൽ ഉണ്ടായിരുന്ന ഒരു വാചകമാണ് ഇത്. അപ്പോൾ ആര് പറയുന്നതാണ് മുഖവിലേക്ക് എടുക്കേണ്ടത്? മസൂദ് അസർ തന്നെ പറയുകയാണ് എന്റെ കുഞ്ഞുങ്ങളെ ലക്ഷ്യമിട്ടു എന്ന് പറയുമ്പോൾ ഭീകരർക്കൊപ്പം വളർത്തിയിരുന്ന കുഞ്ഞുങ്ങളെയാണ് ലക്ഷ്യമിട്ടത്. മസൂദ് അസറിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കവചമാക്കി നിർത്തിയിരുന്ന ആളുകളാണ്, അതേ ബിൽഡിംഗിൽ തന്നെ കഴിഞ്ഞിരുന്നവരാണ്. അവിടെ മാത്രമാണ് ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായത്, മസൂദ് അസറിന്റെ കേന്ദ്രം തകർക്കുവാനുള്ള ശ്രമത്തിൽ. അതല്ലാതെ ചുറ്റുമുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണം ഉണ്ടായിട്ടില്ല. ഇക്കാര്യം അസറിന്റെ തന്നെ പ്രസ്താവനയിൽ നിന്ന് പുറത്തു വരുന്ന കാര്യമാണ്. എന്റെ കുഞ്ഞുങ്ങളെയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത് എന്ന്. അതായത് ഭീകരവാദികളെ ലക്ഷ്യമിടുകയായിരുന്നു ഇന്ത്യ. അത് കൃത്യമായിട്ട് നടപ്പിലാക്കുവാനും ഇന്ത്യക്ക് കഴിഞ്ഞു. മസൂദ് അസർ മാത്രം രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ. യെസ്, മർക്കസ് സുബാനള്ളിയിൽ നടന്ന ആക്രമണം, അതിൽ ആണ് 10 പേർ കൊല്ലപ്പെട്ടു എന്ന് മസൂദ് അസർ തന്നെ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ സൂചിപ്പിക്കുന്നത് പോലെ പാകിസ്ഥാന്റെ അവകാശവാദം ഇപ്പോഴും മറ്റൊന്ന് തന്നെയാണ്. പാകിസ്ഥാൻ പറയുന്നത് ഈ ആക്രമണത്തിൽ സാധാരണക്കാരായ ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ്. അവർ പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ അടക്കം വന്നിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് 26 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അത് സാധാരണക്കാരായ ആളുകൾ, സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടുന്നവർ എന്നുള്ളതാണ്. അവിടെയാണ് മഞ്ജുഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മസൂദ് അസറിന്റെ പ്രസ് റിലീസിൽ പറയുന്നത് തന്റെ 10 കുടുംബാംഗങ്ങൾ, അതായത് സഹോദരിയുടെ ഭർത്താവടക്കം കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ മസൂദ് അസർ ലഷ്കർ എ തോബയുടെ സ്ഥാപകരിൽ ഒരാൾ തന്നെയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി ലോകത്തെ നടക്കുന്ന തീവ്രവാദ ആക്രമണങ്ങളുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒന്നുകൂടി ആണ് മസൂദ് അസറിൻ്റേത്. പ്രത്യേകിച്ച് ഇന്ത്യയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആക്രമണങ്ങൾ. അങ്ങനെ ഒരാളുടെ വസതിയിൽ നടത്തിയ ആക്രമണത്തിൽ തൻ്റെ സഹോദരിയും അതോടൊപ്പം സഹോദരിയുടെ ഭർത്താവും മറ്റ് 10 പേരും മരണപ്പെട്ടു എന്ന് പറയുന്ന, കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം എത്രത്തോളം ഒളിച്ചുകളി നടത്തുന്നത്. സാധാരണക്കാരെ ഇന്ത്യ കൊലപ്പെടുത്തിയത് മാത്രമല്ല, മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളുടെ സംസ്കാര ചടങ്ങിൽ പാകിസ്ഥാൻ ആർമിയുടെയും പാകിസ്ഥാൻ പോലീസിന്റെയും പ്രതിനിധികൾ പങ്കെടുക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേര് അത് കൃത്യമായിട്ട് തന്നെ കണ്ടെത്തി, കൃത്യമായിട്ട് തന്നെ ആ നാമകരണം നടത്തിയതാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആ നിർദ്ദേശം നൽകിയതും ആ പേര് ഈ ഓപ്പറേഷന് ഇട്ടതും. അതായത് പഹൽഗാമിൽ ആ ഭീകരർ പറഞ്ഞ ഒരു വാചകം, അതിൽ നിന്നാണ് ഇതിലേക്ക് ഇത്രയും കാര്യങ്ങളിലേക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിടുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചത്. അന്ന് പറഞ്ഞിരുന്നു മോദിയോട് പോയി പറയൂ എന്ന് ആ ഭീകരൻ പറഞ്ഞിരുന്നു. അപ്പോഴാണ് പ്രധാനമന്ത്രിയിൽ നിന്ന് ഈ നിർദ്ദേശം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ ഇടാവുന്ന പേര് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് തന്നെ ആയിരിക്കണം എന്ന്. അതായത് ഇന്ത്യയിലെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ച ഭീകരർക്കുള്ള ചുട്ട മറുപടി ഈ പേരിലുണ്ട്. അതിൽ കുറേയേറെ പ്രതികരണങ്ങളും ഇതേക്കുറിച്ച് വന്നിരുന്നു. തന്റെ അമ്മയുടെ അടക്കമുള്ളവരുടെ സിന്ദൂരം മായ്ച്ചവർക്കുള്ള മറുപടിയാണ് സൈന്യം നൽകിയതെന്നാണ് പഹൽഗാമിൽ രക്തസാക്ഷിയായ രാമചന്ദ്രന്റെ മകൾ ആരതിയുടെ വാക്കുകൾ. അത് കൃത്യവുമായിരുന്നു. ആരതിയുടെ വാക്കുകളിലേക്ക്. എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ നേരത്തെ ഇപ്പോൾ കുറേ പറഞ്ഞതുപോലെ തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യാണ്. ഞങ്ങൾക്ക് വന്ന ലോസ് എവിടെയും ആർക്കും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു രാവിലെ ഈ വാർത്ത കേട്ട് എഴുന്നേൽക്കുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ റിലീഫ് ആൻഡ് എ വെരി കംഫർട്ടിംഗ് മൊമെന്റ്. നമ്മളായിട്ടിപ്പോൾ നമുക്ക് തീവ്രവാദികളെ ഇപ്പോൾ തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ഇതാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതും ഇതിങ്ങനെ നടന്നതിൽ സന്തോഷമുണ്ട്.
ഇനിയും ഇങ്ങനത്തെ തീവ്രവാദങ്ങൾ ഇന്ത്യക്കും ഇന്ത്യയുടെ ഉള്ളിൽ നമ്മളെ പോലത്തെ ഇന്നസെന്റ് പീപ്പിളിനെതിരെ വരുന്നതിൽ ഇങ്ങനെ തന്നെ തിരിച്ചടിക്കണം എന്ന് ഞാൻ എന്റെ ഉറച്ച ശബ്ദത്തിൽ പറയുന്നു. ആകെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ പോലത്തെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ മണ്ണിൽ നിന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു അറ്റാക്ക് വന്നത്. അവിടെ നിന്ന് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്ത്. അപ്പൊ അവിടെ പോയി കറക്റ്റ് ഈ ടെററിസ്റ്റ് ക്യാമ്പുകൾ പാകിസ്ഥാനിലെ കണ്ടുപിടിച്ച് ഈ 9 എണ്ണത്തിനെയും ഇല്ലാതാക്കിയതിൽ അതാണ് ഒരു കറേജിയസ് ഇതായിട്ട് കാണുന്നത്. മറ്റേത് ഭയങ്കര കവേർഡിഷ് ഓഫ് ദം എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇന്നസെന്റ് ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഒരു AK-47 കൊണ്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? അതൊരു വെരി കവേർഡ് ഓഫ് ദം. അപ്പോൾ ഇതാണ് ഇന്ത്യ, ഇതാണ് ഞങ്ങളുടെ മറുപടി. എന്റെ അമ്മ അടക്കമുള്ള ഭാര്യമാരുടെ സിന്ദൂരം മാറ്റിയ ഈ ഒരു തീവ്രവാദം എന്നെ പോലെ പല മക്കളുടെ മുമ്പിൽ വെച്ച്, ആൺമക്കളായാലും പെൺമക്കളായാലും മക്കളുടെ മുമ്പിൽ വെച്ച് അച്ഛനെ കൊന്ന, അല്ലെങ്കിൽ സഹോദരിയുടെ മുമ്പിൽ വെച്ച് സഹോദരനെ കൊന്ന ഈ തീവ്രവാദത്തിന് ഇതിൽ പരം ഈ ഒരു ഓപ്പറേഷന് ഇത്രയും ഇതിനേക്കാൾ ആപ്റ്റ് ആയിട്ടുള്ള ഒരു നെയിം ഇല്ല എന്നാണ് എനിക്കും തോന്നുന്നത്. സോ ബിഗ് സല്യൂട്ട് ഫോർ ദാറ്റ് whoever who have done this operation, and big thank you to the government, the Prime Minister and the army people who have been working for it and behind it and working continuously forward. ആരതിയുടെ വാക്കുകളാണ് കേട്ടത്. ഈ ഭീകരരെ വധിച്ച ഇന്ത്യയോടുള്ള പ്രകോപനമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടാകുന്നത്. അതായത് ഭീകരരെ വളർത്തുന്നത് ഞങ്ങളാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. ഈ ദൃശ്യങ്ങൾ അത് വ്യക്തമാക്കുന്നതുമാണ്. നേരത്തെ കണ്ട ദൃശ്യം അത് പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങുകളാണ്. അവിടെ പങ്കെടുത്തത് പാക് സൈന്യവും പാകിസ്ഥാൻ പോലീസും ISIക്കാരും ഒക്കെയാണ്. പാക് സൈന്യമാണ് ഔദ്യോഗിക ബഹുമതികളോട് കൂടി തന്നെ ഈ സംസ്കാര നേതൃത്വം നൽകിയത്. പാക് പതാക പുതപ്പിച്ചായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ഇത് പാകിസ്ഥാൻ എപ്പോഴും ചെയ്യുന്ന രീതി തന്നെയാണ്. എന്നിട്ട് പറയുകയും ചെയ്യും, ഈ ഭീകരതയ്ക്കൊപ്പം ഞങ്ങളില്ല, ഭീകരർക്ക് ഞങ്ങൾ സഹായം ചെയ്തു കൊടുക്കുന്നില്ല എന്ന്. ഭീകരത പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഏക കശ്മീരി സ്വദേശിയായ ആദിൽ ഹുസൈന്റെ അച്ഛൻ സയ്യിദ് ഹൈദർ ഷാ പറഞ്ഞു. इसमें ये कह रहा हूँ कि जिस 26 जवानों की लाशें गई हैं, उनका बदला आज फौज ने और गवर्नमेंट ने, नरेंद्र मोदी जी ने उसका बदला लिया है, तो हम इसमें खुश हैं. हम ये खुशी चाहते हैं कि उसने इसका बदला ले लिया और उन जो वहाँ पे जिनकी जाने गई, उनके बेगुनाह जाने गई, उनकी लाशों को भी इससे शांति मिली. യെസ്, എന്തായാലും ആദിൽ എന്ന യുവാവ് ഒരു പക്ഷേ ആ ആക്രമണത്തിൽ കശ്മീരികളെ ആയിരുന്നില്ല ഭീകര ലക്ഷ്യം വെച്ചത്. ആദിൽ എന്ന യുവാവ് ഒഴികെ മറ്റെല്ലാവരും കശ്മീരിന് പുറത്തുള്ളവരായിരുന്നു. ആദിലിന് ഒരു പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടത് അങ്ങനെയാണ്. ഈ ഭീകരവാദികളുടെ പക്കൽ നിന്ന് തോക്ക് പിടിച്ച് വാങ്ങുന്നതിന് ശ്രമിച്ചു. അങ്ങനെ മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ഇതിനെ ചെറുത്തതിന്റെ പേരിൽ ആദിലിന് വെടി വെച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. അതേസമയം പഹൽഗാമിൽ ഭീകരരുടെ ക്രൂരതയ്ക്കിരയായവരുടെ ബന്ധുക്കളുടെ മറ്റു പ്രതികരണങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. ऑपरेशन का नाम सिंदूर रखा गया होगा कि जो हमारी सरकार है, जो हर स्त्री को बहन बोलता है, तो उनके पतियों को छीना गया था, तो उनका सिंदूर छीना गया था. शायद इसी की वजह से उन्होंने वो नाम रखा होगा. ये नाम पढ़ के तो हम बहुत रो रहे थे सुबह. कारण त्यांच्या सगळ्या लेकींचं सिंदूर त्या दहशतवाद्यांनी मिटवून टाकलेलं आणि आज त्यांनी तेच नाव दिलं. मला ते नाव वाचल्यानंतर अतिशय डोळ्यात पाणी आलं की त्यांना जाणीव आहे आमची. हमारे बच्चे के साथ जो बाकी के जितने भी लोग शहीद हुए, तभी मैंने कहा था कि नहीं, एक अब क्रांति आएगी हमारे देश में. और मुझे विश्वास था कि हमारे माननीय प्रधानमंत्री मोदी जी हमारी भावनाओं का, हमारे जो हम लोग एक दुख के दौर से गुजर रहे हैं, उन भावनाओं का आदर करेंगे. धन्यवाद अर्पित करता हूं हमने देश के माननीय प्रधानमंत्री जी को, जिन्होंने देश की 140 करोड़ जनता के मन की बात को समझा, दिल के दर्द को समझा, उसके दर्द को समझा, उसके गुस्सा को समझा. और जिस तरह हमारी सशक्त सेनाओं ने अदम्य साहस और शौर्य के साथ पाकिस्तान में पल रहे आतंकवाद का विनाश करने का काम किया है, उसके लिए मैं सलाम करता हूं, मैं धन्यवाद अर्पित करता हूं हमारे देश की सरकार को.
धन्यवाद कहूंगी। मैं बहुत छोटी हूँ, उन्हें कुछ भी कहने या नहीं कहने वाली, लेकिन हाँ, जिस तरीके से हमारे पूरे परिवार को उन पे विश्वास था, उन्होंने उसी तरीके से जवाब देके हमारे विश्वास को कायम रखा है, एंड आई एम रियली थैंकफुल। ഓപ്പറേഷൻ സിന്ദൂരിനെ പറ്റിയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് പറയുവാനുള്ളത്. അത് കൃത്യമായിട്ടും ഇന്ത്യ അങ്ങനെ ഒരു പേര് തെരഞ്ഞെടുത്തത് വളരെ നന്നായി. രാജ്യത്തിന് പാകിസ്ഥാനിലെ ഭീകരർക്ക് നൽകുവാനുള്ള ഏറ്റവും വലിയ മറുപടി അത് ഈ പേരിലൂടെ തന്നെയാണ് എന്നാണ് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ പറയുന്നത്. അതേസമയം എന്തുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനിൽ കടന്നു ചെന്ന് ഭീകരരെ വധിച്ചത് എന്നതിന് കൃത്യമായ ഉത്തരം രാജ്യത്തിനുണ്ട്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇല്ലേ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം എടുത്തു പറയുകയും ചെയ്തിരുന്നു. പാകിസ്ഥാനിൽ ഭീകരപ്രവർത്തകരുടെ താവളമാണ് എന്ന് ഇന്ത്യ എങ്ങനെ കണ്ടെത്തി എന്നുള്ളതും അദ്ദേഹം കൃത്യമായിട്ട് വിശദീകരിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസികൾ ഇത് കണ്ടെത്തിയതാണ്. NIAക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരമുണ്ടായിരുന്നു. 30 വർഷത്തെ ഈ ഭീകരപ്രവർത്തനത്തിലെ ചരിത്രമാണ് ഇന്ത്യ എന്ന് വിശദീകരിച്ചത്. ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യവുമില്ല. വിക്രം മിശ്രയുടെ വാക്കുകളിലേക്ക്. As you would be aware, India exercised its right to respond and preempt as well as deter more such cross-border attacks. These actions were measured, non-escalatory, proportionate and responsible. They focused on dismantling the terrorist infrastructure and disabling terrorists likely to be sent across to India. Our intelligence monitoring of Pakistan-based terrorist modules indicated that further attacks against India were impending. There was thus a compulsion both to deter and to preempt. ഇതാണ് വിക്രം മിശ്രയുടെ വാക്കുകൾ. വിദേശകാര്യ സെക്രട്ടറിയാണ് വിക്രം മിശ്രി. എങ്ങനെയാണ് ഇന്ത്യയുടെ ടാർഗറ്റുകൾ നിശ്ചയിച്ചത് എന്ന കാര്യവും അദ്ദേഹം വ്യക്തമായിട്ട് രാവിലെ വാർത്താ സമ്മേളനത്തിൽ രാവിലെ 10:00 ആ വാർത്താ സമ്മേളനം ലോകം മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു. അവിടെയാണ് ഇന്ത്യ എങ്ങനെയാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യം വിശദീകരിച്ചത്. 9 സ്പോട്ടുകൾ 21 ഹിറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആവർത്തിച്ച് പറയുന്നത് പോലെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ റിക്രൂട്ട്മെന്റ് മുതൽ അത് ഫൈനലൈസ് ചെയ്ത് ഇന്ത്യയുടെ അതിർത്തി കടന്നു വരുന്ന മേഖലയിലേക്ക് വരെ തള്ളിവിടുന്ന ലോഞ്ചിങ് പാടുകളിലേക്ക് വരെ എത്തുന്ന തീവ്രവാദ കേന്ദ്രങ്ങളെ ആണ് ഇന്ത്യ ലക്ഷ്യമാക്കിയത്. കൃത്യമായ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയത്. ശ്രദ്ധിച്ച മറ്റൊരു പ്രതികരണം വന്നത് AK ആന്റണിയുടെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം മുൻ പ്രതിരോധ മന്ത്രി കൂടിയാണല്ലോ. അപ്പോൾ ആ പരിചയ സമ്പത്ത് കൂടി അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ മറുപടി കൃത്യമാണെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇതുകൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കൂടുതൽ ശക്തമായ മറുപടി വേണ്ടിവരും പാകിസ്ഥാൻ എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ആന്റണിയുടെ വാക്കുകളിലേക്ക് കേന്ദ്ര സർക്കാരിന് അദ്ദേഹം പൂർണ്ണ പിന്തുണ നൽകുകയാണ്. ഭീകരർക്കെതിരായിട്ടുള്ള ഏത് നടപടിക്കും രാജ്യം ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് തന്നെ ഭീകരർക്കെതിരായി നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഗവൺമെൻറ്റിന് പൂർണ്ണ പിന്തുണ നൽകാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി ലോക മനസാക്ഷി ഏതാണ്ട് ഇത്രയും കൂടുതൽ ഇന്ത്യയുടെ കൂടെ നിന്നൊരു കാലഘട്ടമില്ല. കാരണം ഇന്ത്യ നടത്തുന്നത് യുദ്ധമല്ല, ഇത് നടത്തുന്നത് ഭീകരർക്കെതിരായിട്ടുള്ള നടപടിയാണ്, തിരിച്ചടിയാണ്. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഭീകരതയാണ്. കൃത്യമായിരുന്നു. ആന്റണിയുടെ വാക്കുകൾ കൃത്യമായിരുന്നു. യുദ്ധമാണെങ്കിൽ അത് പാകിസ്ഥാനെതിരെ നടത്തുന്ന ഒരു സൈനിക നീക്കമായിരിക്കണം. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഭീകരരെ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. ഇത് ഇന്ത്യ ആവർത്തിച്ച് ലോകത്തിന് മുന്നിൽ പറയുന്ന കാര്യമാണ്. അത് ലോകം അംഗീകരിച്ച കാര്യമാണ്. പക്ഷേ പാകിസ്ഥാൻ ഭീകരരെ ഇന്ത്യ നേരിട്ട സമയത്ത് തിരിച്ചടി നൽകുന്നത് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് നേരെ ഷെല്ലുകൾ വർഷിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് ഇതിലെ വിരോധാഭാസമായി വന്നിട്ടുള്ളത്. അപ്പോൾ പാകിസ്ഥാൻ ഇതിൽ കൂടുതൽ തിരിച്ചടി കിട്ടേണ്ട ഒരു സമയമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. സുരേഷ് ഗോപിയുടെ ചില പ്രതികരണം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ആകാശത്ത് സിന്ദൂരം വിതറി ഇന്ത്യയുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനായി നിരന്തരം ഉപദ്രവവും ദ്രോഹവും അടിച്ചേൽപ്പിക്കുന്ന ഒരു രാജ്യത്തെ ടെററിനെയാണ് നമ്മൾ ശിക്ഷിച്ചിരിക്കുന്നത്. അതിനുള്ള ശക്തമായ നമുക്ക് അവകാശമുള്ള തിരിച്ചടി നൽകിയിരിക്കുന്നു. കൂടുതൽ ഇതിനെ സംബന്ധിച്ച് ഒന്നും ഞങ്ങൾ സംസാരിക്കാൻ പാടുള്ളതല്ല. ഞങ്ങൾക്ക് വരുന്ന നോട്ടുകൾ അനുസരിച്ച് മാത്രമേ ഞങ്ങൾക്ക് ആ നോട്ടനുസരിച്ച് സംസാരിക്കാൻ. ഇതൊരു ലോകനീതിയല്ലേ അല്ലേ? രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷ അതിന് താക്കീത് നൽകുന്നു എന്നത് വഴി ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറയുന്ന ഒരു ഉറപ്പും കൂടി
സൃഷ്ടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗം. ഇതായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണമെങ്കിൽ ശശി തരൂർ അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിലെ മുൻ ഉദ്യോഗസ്ഥൻ കൂടിയാണ്, ഇപ്പോൾ നിലവിൽ MP ആണ്, രാഷ്ട്രീയ നേതാവാണ്. തീർച്ചയായും ശശി തരൂരിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം കുറച്ച് വ്യത്യസ്തമായ ശബ്ദം കോൺഗ്രസിൽ നിന്ന് വന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും അങ്ങനെയായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും കോൺഗ്രസ് ചില സമയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചപ്പോഴും തരൂർ അതിൽ കൃത്യമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്ക് ഒപ്പം തന്നെയായിരുന്നു. വിമർശിക്കേണ്ട സമയം ഇതല്ല എന്ന് തരൂർ പറയുകയും ചെയ്തു. തരൂരിന്റെ മാത്രമല്ല മറ്റു ചില നേതാക്കളുടെയും പ്രതികരണമുണ്ട്, അതിലേക്ക് കൂടി. നോക്കൂ, എന്നോട് കഴിഞ്ഞ ആഴ്ച സംസാരിച്ചവർക്ക് അറിയാം, ഇതന്നെയാണ് ഞാനും ആവശ്യപ്പെട്ടത്. നമുക്കൊരു ഹിറ്റ് ഹാർഡ് ഹിറ്റ് സ്മാർട്ടിൻ്റെ ഒരു സ്ട്രാറ്റജി ആവശ്യമുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം അവര് നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ഭീകരവാദികൾ 26 സാധാരണ സിവിലിയൻസ് വെറും ടൂറിസം ചെയ്യാൻ വേണ്ടി പോയവരെ കൊന്ന ശേഷം നമുക്ക് ഒരു മറുപടി കൊടുക്കാതിരിക്കാൻ ഒരു സാധ്യതയുണ്ടായിരുന്നില്ല. എന്തായാലും പല നയതന്ത്ര വഴിക്ക് ചില സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, വീസ ക്യാൻസൽ ചെയ്തു, ആൾക്കാരെ ഈ രാജ്യത്ത് പോകാൻ പറഞ്ഞു, ഇൻഡസ് വാട്ടർ ട്രീറ്റീസിനെ സസ്പെൻഷനിൽ വെച്ചു, ഇതെല്ലാം ചെയ്തിട്ടും കൂടി പക്ഷെ അത് മാത്രം പോരാന്ന് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ടായിരുന്നു. കാരണം അടി കിട്ടിയ ശേഷം അടി കൊടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും അവർ വന്ന് ചെയ്യുന്ന ഒരു സംശയമില്ല. നമ്മൾ ആർക്കും യുദ്ധം വേണ്ട, യുദ്ധം ആഗ്രഹമില്ല. നമ്മൾക്ക് ഒരു തിരിച്ചടി കൊടുക്കാൻ ആവശ്യമുണ്ടായിരുന്നു, അത് ചെയ്തു. ഇനി എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരുടെയും ആഗ്രഹമാണ് ഇതിനെ കുറച്ചൊന്ന് ഡയൽ ഡൗൺ ചെയ്യുക, അതിന് കുറച്ചൊന്ന് താത്തുക, ടെമ്പറേച്ചറിനെ കുറച്ച് ചുരുക്കുക. അത് 1-2 ദിവസത്തെ കാര്യമല്ല. അതെ, എനിക്ക് അത് നല്ലോണം ഇഷ്ടപ്പെട്ടു. നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി തന്നെ ഒരു കശ്മീരി പണ്ഡിതാണ്, അദ്ദേഹത്തിന് നല്ലപോലെ അറിയുന്നൊരു ഒരാളാണ്. അദ്ദേഹത്തിനൊപ്പം നിൽക്കേണ്ടായിരുന്നത് 2 മഹിള, 2 പേരും, ഒന്ന് ആർമിയിൽ നിന്നും ഒന്ന് എയർഫോഴ്സിൽ നിന്നും. അതിലത്തെ ഒന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ഒരു വ്യക്തിയും കൂടിയായിരുന്നു. അതിനും ഒരു സന്ദേശമുണ്ടല്ലോ, നമ്മൾ ഭാരതമാണ്, നിങ്ങൾ ഞങ്ങളെ ഭിന്നിക്കാൻ ശ്രമിച്ചോളൂ, ഞങ്ങൾ അത്ര വേഗം എളുപ്പത്തിൽ നിങ്ങൾക്ക് വിട്ടുതരാൻ പോകുന്നില്ല. അത് നല്ലൊരു സന്ദേശമായിരുന്നു. ഈ പാകിസ്ഥാൻ നിരപരാധികളെ കൊന്ന് ഇന്ത്യനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു കവേർഡ്ലി ആക്ടിന്റെ മറുപടി ഇന്നലെ അവർക്ക് കിട്ടി. എനിക്ക് ഒരു സംശയമില്ല, മൊത്തം ഇന്ത്യയിൽ ആർക്കും ഒരു സംശയമില്ല, ഈ ടെറർ ഇന്ത്യ ഒരു പോളിറ്റിക്സ് ചെയ്യുന്ന പാകിസ്ഥാനിനെ ഇന്ത്യ പരാജയപ്പെടുത്തും. ഇവൻച്വലി വിക്ടറി നമ്മുടെ ആയിരിക്കുമെന്ന് എനിക്കൊരു സംശയമില്ല. ഇനി പാകിസ്ഥാന്റെ ഈ ബ്ലാക്ക്മെയിൽ, ടെററിസ്റ്റ് ബ്ലാക്ക്മെയിലിന്റെ ഒരു സ്ട്രാറ്റജി നടക്കില്ല. ഇത് ഒരു ന്യൂ ഇന്ത്യയാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ തിന്മ, ഈവിലിനെ കൺഫ്രണ്ട് ചെയ്യാൻ ഈ നാടിനും ഈ ഇന്ത്യക്ക് കഴിവുണ്ട്, അത് ചെയ്യും. This is not something to feel happy about, but we feel satisfied that government has taken a decisive action against the terrorists by destroying their camps which are located inside Pakistan and Pak occupied